വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ സൂചിപ്പാറ മലയിൽ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്കിറക്കി തെരച്ചിൽ നടത്തിയിരുന്നു. മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നും സമാന രീതിയിലുള്ള പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും 90% പരിശോധന പൂർത്തിയായി എന്നാണ് സർക്കാരിന്റെ നിലപാട്. സൈന്യം പറയുന്നതിനനുസരിച്ചുള്ള പോയിന്റുകളിൽ ഇന്നും തെരച്ചിൽ തുടരുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലത്തേതിന് സമാനമായ രീതിയിലുള്ള തെരച്ചിൽ ഇന്നും ഉണ്ടാകും. ഓരോ സോണുകളിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? മരണസംഖ്യ ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ്? ഈ കാണാതായവരുടെ വിവരശേഖരണം അത് തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന അന്തിമ കണക്ക് എന്നുള്ള നിലയിൽ ആ കണക്ക് എങ്ങനെയാണ്? തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ ശ്രീജിത്ത്. ടി കെ രജിത്ത്, മരണസംഖ്യ 398 എന്നൊരു നമ്പറിലേക്ക് ഏറ്റവും ഒടുവിൽ പോയിരിക്കുന്നു. ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും അടക്കമുള്ള ഒരു കണക്ക് ആണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ 398 എന്നൊരു നമ്പറിലേക്ക് പറയാൻ കഴിയുന്നത്. കാണാതായവരുടെ കണക്ക് സർക്കാർ പറയുന്ന 221 എന്ന നമ്പറിൽ നിന്ന് കൂടുതൽ ഉയരാൻ തന്നെയാണ് സാധ്യത. എന്നാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണക്ക് എടുപ്പ് ഇന്നലത്തോടുകൂടി ഏതാണ്ട് പൂർത്തിയായി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാണാതായവരുടെ ലിസ്റ്റ് അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കും. ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുഴങ്ങുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലേബർ വകുപ്പ്, തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു വിവരശേഖരണം നടത്തിക്കഴിഞ്ഞാൽ ആ ഒരു കണക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും പല ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഈ മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വളരെയധികമുണ്ട്. പല പാടികളും ഒലിച്ചുപോയ, അവർ താമസിച്ച പല പാടികളും ഒലിച്ചുപോയ അവസ്ഥയിലാണുള്ളത്. സ്വാഭാവികമായി അവരെ കണ്ടെത്താനുള്ള ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരിൽ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ തന്നെ രക്ഷപ്പെട്ട ആളുകളിൽ നിന്ന് കൃത്യമായ രീതിയിൽ അവരുടെ ഭാഷ അറിയുന്ന ആളുകളെ കൊണ്ട് ഒരു വിവരശേഖരണം നടത്തുന്നുണ്ട്. അതിൽ നിന്നാണ് ഒരു ഏതാണ്ട് ഒരു 50% ഒരു കണക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു കണക്കെടുപ്പ് തുടരുക തന്നെയാണ്. എന്തായാലും ആ 398 എന്നൊരു നമ്പറിൽ നിന്ന് അത് കൂടുതലായി തന്നെ ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഏതാണ്ട് 90% പരിശോധനകൾ പൂർത്തിയായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നാട്ടുകാർ പറയുന്നതനുസരിച്ച് സൈന്യത്തിന്റെ ഒക്കെ ഒരു നിലപാടിനനുസരിച്ച് ചില പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന അവിടെ മാത്രം ആയി ഒതുക്കി അവിടെ മാത്രം കുറെ ആളുകളെ സേനയെയും അതുപോലെ തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന മേഖലയിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും സൂചിപ്പാറയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ മാർഗം ആ മേഖലയിൽ ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. അവിടേക്ക് താഴേക്ക് ഇറങ്ങി 12 അംഗ സംഘമാണ് ഈ ഒരു തെരച്ചിൽ നടത്തിയത്. എന്തായാലും ആ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലിയാർ പുഴയിലേക്ക് കള്ളാടിപ്പുഴയും അതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്ന് വരുന്ന പുഴയും ഒഴുകി സംഗമിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ടാകും, ആളുകളുടെ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആ പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു തെരച്ചിൽ എന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ പോയിന്റുകൾ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലിലേക്കായിരിക്കും ഇനിയുള്ള ദിവസം കടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു റീബിൽഡ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സമയമായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ മറ്റു മേഖലകളിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്കും സർക്കാർ കടക്കുന്നുണ്ട്. ഇന്നലത്തെ തെരച്ചിലിന് സൂചിപ്പാറ ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു. പക്ഷേ അവിടെ നടത്തിയ തെരച്ചിലിൽ ഇന്നലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി ആ മേഖലയിലുള്ള സജീവമായ തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ ശ്രീജിത്ത്? ടിക്കറിയത്ത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ സൂചിപ്പാറ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചാലിയാറിൽ നിന്ന് വഴി നിലമ്പൂർ വഴി രക്ഷാപ്രവർത്തകർ ആ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എത്താൻ ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ഒരു സംഘം കുടുങ്ങി ആ മേഖലയിൽ നിന്ന് അവസാനം എയർലിഫ്റ്റ് സൈന്യം വന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ മേഖലയാണത്. അങ്ങനെ നടന്നെത്താൻ കഴിയുന്ന ഒരു മേഖലയല്ല. ഹെലികോപ്റ്റർ മാർഗം മാത്രമാണ് ആ പ്രദേശത്ത് ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട്
പൂർത്തിയാക്കുന്ന ഒരു തെരച്ചിലായിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. സൈന്യം ഇന്നലെ ഏതാണ്ട് ഒരു രാവിലെ മുതൽ ഒരു 11 മണി മുതൽ 3 മണി വരെ വ്യാപകമായ തെരച്ചിൽ ഈ പ്രദേശത്ത് കള്ളാടിപ്പുഴയും അതുപോലെ തന്നെ ഈ ചൂരൽമലയിൽ നിന്ന് വരുന്ന പുഴയും സംഗമിക്കുന്ന ആ മേഖലയിൽ നടത്തിയിരുന്നു. പാറക്കെട്ടുകൾ ഈ അവിടെ നിന്ന് പുഞ്ചിരിമട്ടത്ത് മേഖലയിൽ നിന്നൊക്കെ ഉരുൾപൊട്ടി വന്ന ആ പാറ കഷ്ണങ്ങളായി വലിയ തോതിൽ മൺകൂണുകളൊക്കെ രൂപപ്പെട്ട ഒരു മേഖലയാണ്. സ്വാഭാവികമായ പരിശോധനകൾ ഇന്നും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കൂടാതെ മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ കടലിൽ ഒരു പരിശോധന കൂടി ഇന്ന് ആരംഭിക്കുമെന്ന് അറിയുന്നു. അതിനുവേണ്ടി ഉള്ള സംവിധാനങ്ങളും കൂടി ഒരുക്കുന്നുണ്ട്. അതും ഒരുപക്ഷെ ഈ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ സഹായത്തോടു കൂടിയായിരിക്കും ആ പരിശോധന നടക്കുന്നത്. എന്തായാലും ഈ ഒരു പരിശോധനകളിൽ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെടുക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ പക്ഷേ കാര്യമായ ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ തെരച്ചിൽ നിർത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റീബിൽഡ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ശ്രീത്ത്, ഈ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം അത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടു. അക്കാര്യത്തിൽ തുടർന്നുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ആലോചിക്കുന്നത് ശ്രീത്ത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായി പുത്തുമലയിൽ ഹാരിസന്റെ ഭൂമിയിലായിരുന്നു ഈ സംസ്കാരങ്ങൾ നടന്നത്. അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ സംസ്കാരങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ഇന്നലെയും സമാനമായ രീതിയിലുള്ള സംസ്കാരങ്ങൾ നടന്നു. അവിടെ വലിയ കുഴിയെടുത്ത് സർവ്വമത പ്രാർത്ഥനയോടുകൂടി സർക്കാരിന്റെ എല്ലാവിധ ഗാർഡ് ഓഫ് ഓണറും ഒക്കെ ഉപചാരങ്ങളും ഒക്കെ നൽകി തന്നെയാണ് ഈ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള ഈ മൃതശരീരങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുക.